ആദ്യത്തെ ക്വസ്റ്റ്യൻ കിലോ വാട്ട് അവർ ഈസ് ദ യൂണിറ്റ് ഓഫ്. അപ്പോൾ എനർജിയുടെ കൊമേഴ്സ്യൽ യൂണിറ്റ് ആണ് കിലോ വാട്ട് അവർ. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ 2 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് y is equal to at square plus bt cube where x is the distance traveled by body in meters while t is in seconds, then the unit of b is. പ്രിൻസിപ്പൾ ഓഫ് ഹോമോജനിറ്റി അനുസരിച്ച് വൈയുടെ ഡയമെൻഷൻ എന്താണോ അത് തന്നെ ആയിരിക്കും എ ടി സ്ക്വയറിൻ്റെയും അതുപോലെ ബി ടി ക്യൂബിൻ്റെയും ഡയമെൻഷൻസ് അല്ലേ. അപ്പം വൈൻ്റെ ഡയമെൻഷൻ ഓൾറെഡി ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഡിസ്റ്റൻസ് ആണ് വൈ. അപ്പം ഇതിൻ്റെ ഡയമെൻഷൻ തന്നെ ആയിരിക്കണം എ ടി സ്ക്വയറിൻ്റെ ഡയമെൻഷൻ തന്നെ ആയിരിക്കണം ബി ടി ക്യൂബിൻ്റെയും ഡയമെൻഷൻ അല്ലേ. ഓക്കെ, അപ്പം വൈൻ്റെ ഡയമെൻഷൻ എൽ ആണ്. അപ്പം എ ടി സ്ക്വയറിൻ്റെ ഡയമെൻഷനും എൽ തന്നെ ആയിരിക്കണം. പക്ഷെ നമ്മളോട് ചോദിച്ചത് ബിയുടെ യൂണിറ്റും ബിയുടെ യൂണിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഈ ബി ടി ക്യൂബ് എന്ന് പറഞ്ഞ ടേമിൻ്റെ ഡയമെൻഷനും എൽ തന്നെ ആയിരിക്കണ്ടേ. അപ്പം ബിയുടെ ഡയമെൻഷൻ നമുക്ക് അറിഞ്ഞുകൂടാ. ടി ക്യൂബ്, അതിൻ്റെ ഡയമെൻഷൻ, ടി ക്യൂബിൻ്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ ടി റീസ് ടു 3 തന്നെ അല്ലേ. അത് എൽ ആണെങ്കിൽ നമുക്ക് അറിഞ്ഞുകൂടാത്ത ബിയുടെ ഡയമെൻഷൻ എന്തായിരിക്കും? ഓൾറെഡി ഇവിടെ എൽ ഉണ്ട്. ഇനി ഈ ടി റീസ് ടു 3 അപ്പുറത്തേക്ക് പോകുമ്പം ടി ബൈ ടി റീസ് ടു 3 ആവും. ഇത് മേലോട്ട് വരുമ്പം ടി റീസ് ടു -3 ആവും അല്ലേ. അപ്പോൾ ഇവിടെ എൽ ടി റീസ് ടു -3 ആണ് ബിയുടെ ഡയമെൻഷൻസ് കിട്ടിയത്. അപ്പം പിന്നെ മീറ്റർ ലെങ്ത്തിൻ്റെത് മീറ്റർ, ടൈമിൻ്റെത് സെക്കൻഡ് റേസ് ടു -3. അപ്പോൾ ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ 3. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് മെഷേർഡ് ഇൻ ദി യൂണിറ്റ്സ് ഓഫ് എനർജി? ഇവിടെ കപ്പിൾ ഇൻറ്റു ആംഗിൾ ടേൺഡ് ത്രൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. കപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോർക്ക് തന്നെയാണ്. ടോർക്കിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുമ്പം എനർജിയുടെ എം എൽ സ്ക്വയർ ടി റീസ് ടു -2 ആണ് അല്ലേ. അതിൻ്റെ റീസൺ, ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആർ ഇൻറ്റു എഫ് ആണ് അല്ലേ. ആർ ഇൻറ്റു എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂട്ടൺ മീറ്റർ ആണ്. അതായത് ഫോഴ്സിൻ്റെത് എം എൽ ടി റീസ് ടു -2 അതുപോലെ ഇൻറ്റു എൽ, അപ്പോൾ എം എൽ സ്ക്വയർ ടി റീസ് ടു -2. അതാണ് നമ്മളുടെ കപ്പിളിൻ്റെത് വരുന്നത്. ആംഗിളിന് ഡയമെൻഷൻ ഇല്ലല്ലോ. അപ്പോൾ ഇത് എന്തിന് ഡയമെൻഷൻ ഈക്വൽ ആണ്? എനർജി. അപ്പോൾ പിന്നെ രണ്ടാമത്തെ നോക്കാം, മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഐ സി ഈക്വൽ ടു എം ആർ സ്ക്വയർ ആണ്. അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻ കണ്ടാൽ നമുക്ക് എന്ത് കിട്ടും? ഡയമെൻഷൻ കണ്ടാൽ മാസിൻ്റെ ഡയമെൻഷനായ ക്യാപിറ്റൽ എം, ഡിസ്റ്റൻസിൻ്റെ ഡയമെൻഷൻ ആയ എല്ലിൻ്റെ സ്ക്വയർ ഇൻറ്റു ആംഗുലാർ വെലോസിറ്റി. ആംഗുലാർ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വൻസിയുടെ ഡയമെൻഷനാണ്. ആംഗുലാർ വെലോസിറ്റിയുടെ SI യൂണിറ്റ് റാഡ് പെർ സെക്കൻഡ് ആണ്. പക്ഷെ ഇവിടെ സ്ക്വയർ കണ്ടില്ലേ. അപ്പം റേഡിയന് ഡയമെൻഷൻ അല്ല, സെക്കൻഡിൻ്റെ സ്ക്വയർ ആകുമ്പം 1/t റീസ് ടു 2 എന്ന് വരും അല്ലേ. ഈ ടി റീസ് ടു മേലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഡയമെൻഷൻ എന്ത് തന്നെ കിട്ടും? എം എൽ സ്ക്വയർ ഓൾറെഡി ഉണ്ട്, ടി റീസ് ടു -2. അപ്പം ഇതുമല്ല. പിന്നെ ഉള്ളത് എന്താ? ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ ന്യൂട്ടൺ മീറ്റർ, അതായത് ഫോഴ്സിൻ്റെതും ഡിസ്റ്റൻസിൻ്റെതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എം എൽ സ്ക്വയർ ടി റീസ് ടു -2. അപ്പോൾ ഇതും എനർജിൻ്റെയാണ്. പിന്നെ ഇമ്പൾസ് ഇൻറ്റു ടൈമാണ്. ഇമ്പൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ മൊമെൻറ്റം. ഇമ്പൾസിൻ്റെ ഡയമെൻഷൻ എന്ന് വെച്ചാൽ തൽക്കാലം ഐ ഇമ്പൾസ് ആണ് നമ്മൾ എടുക്കുന്നത്, മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ അല്ല കേട്ടോ. ഇമ്പൾസ് ഇൻറ്റു ടൈമാണ്. അപ്പോൾ ഇമ്പൾസിൻ്റെത് ചേഞ്ച് ഇൻ മൊമെൻ്റ് ആണ്, ടൈമിൻ്റെത് ഇൻറ്റു ടി അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇമ്പൾസിൻ്റെത് ചേഞ്ച് ഇൻ മൊമെൻ്റ് ആണ്, എം എൽ ടി റീസ് ടു -1 ആണ് ഇമ്പൾസിൻ്റെത്, ഇൻറ്റു ടൈമിൻ്റെത് ക്യാപിറ്റൽ ടിയും. അപ്പോൾ ഇതെന്താ കിട്ടുന്നത് നമുക്ക്? എം എൽ ടി റീസ് ടു -1 ടിയും ക്യാൻസൽ ആയി പോകും. അപ്പോൾ ഇതിൻ്റെ ഡയമെൻഷൻ എനർജിൻ്റെ ഡയമെൻഷൻ അല്ല. അപ്പോൾ നമുക്ക് പറയാം ഓപ്ഷൻ 4 എന്തല്ല? നോട്ട് മെഷേർഡ് ദ യൂണിറ്റ് ഓഫ് എനർജി. അപ്പോൾ ഇതിൻ്റെ ആൻസർ 4 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡയമെൻഷണൽ ഫോർമുല ഫോർ ആംഗുലാർ മൊമെൻറ്റം ഈസ്. ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുമ്പോൾ എൽ ഈസ് ഈക്വൽ ടു ആർ
പി ആണ്, അല്ലെങ്കിൽ ആർ പി സൈൻ തീറ്റ. സൈൻ തീറ്റയ്ക്ക് ഡയമെൻഷൻ ഇല്ല, അതുകൊണ്ട് ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഡയമെൻഷൻ എന്നാൽ മൊമെൻറ്റത്തിൻ്റെ ഡയമെൻഷനായ എം എൽ ടി റീസ് ടു മൈനസ് 1 ഇൻറ്റു എൽ ആണ് അല്ലേ. അപ്പം എന്ത് കിട്ടും? എം എൽ സ്ക്വയർ ടി റീസ് ടു മൈനസ് 1 കിട്ടും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഓപ്ഷൻ. ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് എന്തിൻ്റെ ഡയമെൻഷനും കൂടിയാണ്? പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ഇല്ലേ, പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റിൻ്റെ ഡയമെൻഷൻ ഇത് തന്നെയാണ്. കാരണം എനർജി ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ. ഇതിനകത്ത് നിങ്ങൾ എച്ചിൻ്റെ ഡയമെൻഷൻ ഒന്ന് കണ്ടു നോക്ക്. ഇൻറ്റ് തരാം. എനർജിൻ്റെത് എം എൽ സ്ക്വയർ ടി റീസ് ടു മൈനസ് 2. അതുപോലെ ഫ്രീക്വൻസിൻ്റെത് 1 ടൈം പീരീഡ് ആണല്ലോ ഫ്രീക്വൻസി. അപ്പോൾ ടി റീസ് ടു മൈനസ് 1. അതിനകത്ത് നിന്ന് കണ്ടുപിടിച്ചാലും നിങ്ങൾക്ക് ഇത് തന്നെയാണ് കിട്ടുക. ദി ഡയമെൻഷൻസ് ഓഫ് മാസ് 0 ഇൻ ദി ഫോളോയിങ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. അപ്പോൾ ഇതിൻ്റെ 4 ഫിസിക്കൽ ക്വാണ്ടിറ്റി തന്നിട്ടുണ്ട്. ഇതിൽ ഏതിൻ്റെ മാസ് ഇതിലേതിലാണ് മാസ് 0 എന്നാണ്. അപ്പോൾ സർഫസ് ടെൻഷൻ്റെ കേസ് നമുക്ക് എടുത്ത് നോക്കാം അല്ലേ. അപ്പോൾ സർഫസ് ടെൻഷൻ എസ് ഇസ് ഈക്വൽ ടു ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ആണ് സർഫസ് ടെൻഷൻ. തീർച്ചയായും ഇവിടെ ഫോഴ്സിൽ മാസ് വരുന്നുണ്ട്. അപ്പം അടിയിൽ അതിന് ക്യാൻസൽ ചെയ്യാനൊന്നുമില്ല, ലെങ്ത് എല്ലാണ്. അപ്പോൾ ഇതുകൊണ്ട് ഇതിനകത്ത് എന്തുണ്ട്? മാസ് ഉണ്ട്. മാസിൻ്റെ ഡയമെൻഷൻ ഇവിടെ 0 അല്ല. രണ്ടാമത്തെ കോയിഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി. കോയിഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പോയി നോക്കിയാൽ മനസ്സിലാവും. എഫ് ഇസ് ഈക്വൽ ടു ഈറ്റ എ വി ബൈ എൽ. ഇതാണ് സർഫസ് കോയിഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റിക്കുള്ള ഇക്വേഷൻ. ഇതിനകത്തുനിന്ന് ഈറ്റൻ്റെ ഇക്വേഷൻ കണ്ടാൽ നമുക്ക് എന്താ കിട്ടുക? എഫ് ഇൻറ്റു എൽ ബൈ എ ഇൻറ്റു വി എന്ന് കിട്ടൂലേ. ലെങ്ത്തിലും അതുപോലെ ഏരിയയിലും വോളിയത്തിലൊന്നും മാസ് ഇല്ലാത്തതുകൊണ്ട് ഫോഴ്സിലുള്ള മാസ് ക്യാൻസൽ ആവില്ല. അപ്പോൾ ഇതുമല്ല ആൻസർ. പിന്നെ ഹീറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഹീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജിയാണ് അല്ലേ, എനർജി. ഇറ്റ് ഈസ് ദ ഫോം ഓഫ് എനർജി. അപ്പോൾ ഇതിൻ്റെ ഡയമെൻഷൻ നമുക്ക് എന്താണ്? എം എൽ സ്ക്വയർ ടി റീസ് ടു മൈനസ് 2 കിട്ടും. അപ്പോൾ അതിലും മാസ് ഉണ്ട്. പിന്നെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എസ് സി, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി വെച്ചാൽ എന്താണ്? ദി എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റൈസ് ദ ടെമ്പറേച്ചർ ഓഫ് 1 യൂണിറ്റ് മാസ് ഓഫ് സബ്സ്റ്റൻസ് ബൈ 1 ഡിഗ്രി സെൽഷ്യസോ അല്ലെങ്കിൽ 1 കെൽവിൻ ആണ്. അപ്പോൾ അത് ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി. ഇങ്ങനെയാണ്. ഡെൽറ്റ ടി ആണ്, ക്യാപിറ്റൽ ടി ആണ്. 1 ബൈ ഡയമെൻഷൻ എഴുതുമ്പം അടിയിൽ മാസിൻ്റെ ഈ മാസിൻ്റെ ക്യാപിറ്റൽ എം വരും. ഡെൽറ്റ ക്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ഹീറ്റ് അല്ലേ. അപ്പോൾ അത് എം എൽ സ്ക്വയർ ടി റീസ് ടു മൈനസ് 2 ആണ് ബൈ കെൽവിൻ. ഇവിടെ വ്യക്തമാണ് ഈ മാസും ഡയമെൻഷൻ ഓഫ് മാസും ഈ മാസും ക്യാൻസൽ ആവില്ലേ. അപ്പോൾ ഇതിനകത്ത് എന്തില്ല? മാസിൻ്റെ ഡയമെൻഷൻ 0 ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ 4-ാമത്തെ ആൻസറാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ദ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് ഓഫ് സം ഗ്യാസസ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ്. ഒരു ഇക്വേഷൻ കണ്ടോ? ഇത് പേപ്പറിലേക്ക് എഴുതിയെടുക്കുക. ഇവിടെ പി എന്നുള്ളത് പ്രഷറാണെന്നും വി എന്നുള്ളത് വോളിയാണെന്നും ടി ടെമ്പറേച്ചർ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ എ ബി അതുപോലെ ക്യാപിറ്റൽ ആർ ഒക്കെ കോൺസ്റ്റൻറ്റുകളാണെന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എയുടെ ഡയമെൻഷനാണ് ചോദിച്ചത്. പെട്ടെന്ന് കാണുമ്പോൾ ഭയങ്കര ഒരു പേടിപ്പിക്കുന്ന ഒരു ഇക്വേഷനായി തോന്നുമെങ്കിലും ഡയമെൻഷൻ അനാലിസിസ് അനുസരിച്ച് നോക്കൂ. ഒരു വോളിയം വി ഇവിടെ വോളിയാണ് അല്ലേ. വോളിയത്തിൻ്റെ ഡയമെൻഷനിൽ നമുക്കൊരിക്കലും പ്രഷറിൻ്റെയോ ഫോഴ്സിൻ്റെയോ ഡയമെൻഷൻ കുറയ്ക്കാൻ പറ്റില്ല. ഡയമെൻഷൻ അനാലിസിസ് അനുസരിച്ച് പ്ലസും മൈനസും ചെയ്യുമ്പോൾ രണ്ടിൻ്റെ ഡയമെൻഷൻ ഈക്വൽ ആയിരിക്കണം. നമ്മളോട് എ ആ ചോദിച്ചത്, അതുകൊണ്ട് നമുക്ക് ഇത് കിട്ടിയിട്ട് കാര്യമൊന്നുമില്ല. കാരണം ഇതിനകത്ത് നമുക്ക് ബിയുടെ ഡയമെൻഷൻ ഇവിടെ വളരെ വ്യക്തമായിട്ട് എൽ റീസ് ടു 3 ആണ്. അപ്പോൾ M0 L റീസ് ടു 3 T റീസ് ടു 0 ആണ് ഇവിടെ. പക്ഷെ നമുക്ക് ബീൻ്റെ അല്ലല്ലോ കാണ്ടിയേ, നമുക്ക് എൻ്റെതാണ് കാണ്ടിയത് അല്ലേ, എൻ്റെ ആണ് കാണ്ടിയത്. അപ്പോൾ ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഒരു കാര്യം വ്യക്തമാണ്. പിയുടെ ഡയമെൻഷനായ പ്രഷർ അല്ലേ, പ്രഷറിൻ്റെ ഡയമെൻഷൻ തന്നെ ആയിരിക്കണം എ ബൈ വി സ്ക്വയറിൻ്റെ ഡയമെൻഷൻ. അപ്പോൾ എ ബൈ വി സ്ക്വയറിൻ്റെ ഡയമെൻഷൻ എന്നാൽ അത് പ്രഷറിൻ്റെ ഡയമെൻഷനായ എം എൽ റീസ് ടു -1 ടി റീസ് ടു -2. ഇത് മനസ്സിലാവാത്തവർ എഫ് ബൈ എ ചെയ്ത് നോക്കിയാൽ മതി. പ്രഷർ എഫ് ബൈ എ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും. അപ്പം ഡയമെൻഷൻ ഓഫ് ഏരിയ നമുക്ക് ഡയമെൻഷൻ ഓഫ് ഈ കോൺസ്റ്റന്റ് എൻ്റെ എന്താ കിട്ടുക? എം എൽ റേസ് ടു -1 ടി റേസ് ടു -2 ഇൻറ്റു അല്ലേ വി സ്ക്വയർ ആണ്. അതായത് ഞാനിവിടെ ഇൻറ്റു ഇട്ടുണ്ട്, ഇവിടെ ഇൻറ്റു
എൽ ക്യൂബാണ്, അതിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ L⁻6 ആണ്. അപ്പോൾ നമുക്ക് എയുടെ ഡയമെൻഷൻ വളരെ ഈസി ആയിട്ട് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം. m(l⁻⁻1 t⁻2 ഇൻറ്റു L⁻6 ആണ് അല്ലേ. അപ്പോൾ എന്ത് കിട്ടും? m ഉണ്ട്, L⁻−1 ഇൻറ്റു L⁻6, a⁻m ഇൻറ്റു a⁻n a⁻m+n ആണ്. അപ്പോൾ -1 + 6 ചെയ്ത് കഴിഞ്ഞാൽ 5, പിന്നെ t⁻². ഇങ്ങനെ ഒരു ഓപ്ഷൻ എവിടെയാണ് ഉള്ളത്? m L⁻5 t⁻², ഓപ്ഷൻ 2 ആണ് ഇതിൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ലെറ്റ് ε0 denote the dimensional formula of the permittivity of vacuum if m is mass, L length, t time and a electric current ആണെങ്കിൽ ഇതിലേതാണ് ε0 അല്ലെങ്കിൽ പെർമിറ്റിവിറ്റി ഓഫ് വാക്കത്തിൻ്റെ ഡയമെൻഷൻ ആണ് ചോദ്യം. ഇത് ഹയർ സെക്കൻഡറി +2ലുള്ള ഫസ്റ്റ് ചാപ്റ്റർ, ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററായ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സിലുള്ള ഭാഗമാണ്. അപ്പം അവിടെ ഉള്ള നമുക്ക് ഇക്വേഷൻ ഇവിടെ എഴുതാം. എന്താണ്? രണ്ട് ചാർജുകൾക്കിടയിലുള്ള ഫോഴ്സ്, കൂളംസ് ലോ എന്നാണ് ഇത് ഈ ഇക്വേഷൻ്റെ പേര്. 1/4πε0, ഇവനാണ് അവൻ, ε0 ഇൻറ്റു Q1 Q2/r² അല്ലേ. അപ്പോൾ നമുക്ക് ε0ൻ്റെ ഡയമെൻഷൻ കാണണമെങ്കിൽ ε0നെ ഇങ്ങോട്ട് കൊണ്ടുപോകണം, അതുപോലെ എഫിനെ പുറത്തേക്കും കൊണ്ടുപോകണം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ അനുസരിച്ച് Q1ൻ്റെ ഡയമെൻഷൻ Q2ൻ്റെ ഡയമെൻഷൻ ഡിവൈഡഡ് ബൈ 4π നമ്മൾ നോക്കണ്ട കേട്ടോ, കാരണം 4π ഒരു കോൺസ്റ്റൻ്റ് ആണ്, നമ്പറാണ്, ഡയമെൻഷൻ ഇല്ല. അപ്പോൾ ഫോഴ്സ് ഇപ്പുറത്തേക്ക് വന്നിട്ടുണ്ട്, ഫോഴ്സിൻ്റെ ഡയമെൻഷൻ ഇൻറ്റു r² ഡയമെൻഷൻ. മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി സിമ്പിളായിട്ട് എഴുതി നോക്കണേ. അപ്പോൾ ε0ൻ്റെ ഡയമെൻഷൻ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് കിട്ടും. ചാർജിൻ്റെ ഡയമെൻഷൻ a ഇൻറ്റു t ആണ്. അതും അറിയാത്തപോലെ ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് ഇൻറ്റു ടൈമാണ്, അല്ലെങ്കിൽ കറണ്ട് = ചാർജ് ബൈ ടൈം ആണെങ്കിൽ ടൈമിന് എങ്ങോട്ട് കൊണ്ടുവന്നാൽ ചാർജ് = കറണ്ട് ഇൻറ്റു ടൈം കിട്ടും. a ഇൻറ്റു t അല്ലേ, അതായത് കറണ്ടിൻ്റെ ഡയമെൻഷൻ a ആണ്. ഇത് ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ് ഇത് രണ്ടും. അപ്പോൾ ഡയമെൻഷൻസ് ഓഫ് ചാർജ് എന്ന് പറഞ്ഞാൽ AT ആണ്. അപ്പോൾ രണ്ട് ചാർജ് ഉണ്ട്, അപ്പോൾ a² t² ആണ്, ഡിവൈഡഡ് ബൈ ഫോഴ്സിൻ്റെത് mL⁻⁻2 ഉണ്ടാവും ഇൻറ്റു L² അല്ലേ. അപ്പോൾ നോക്കൂ, ഇവിടെ m മേലോട്ട് വരും. m മേലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എഴുതാം m⁻⁻1. ഇനി നമുക്ക് Lനെ കൊണ്ടുവരാം. Lനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്താണ്, ഇവിടെ ഒരു L² ഇവിടെ ഒരു L-ഉം, L⁻3 അടിയിൽ തന്നെ കിട്ടും. അത് മേലോട്ട് വന്നാൽ L⁻3 ആകും. പിന്നെ ഉള്ളത് t⁻2 ആണ്. അത് മേലോട്ട് വന്നു കഴിഞ്ഞാൽ t⁻2 ആവും. ഓൾറെഡി t⁻2 മുകളിലുണ്ട് അല്ലേ. അപ്പോൾ t⁻4 പിന്നെ a² അല്ലേ ബാക്കിയുള്ളൂ. അതങ്ങ് എഴുതിയാൽ എന്ത് കിട്ടും നോക്കൂ, ഇതെവിടെയാണ് മാച്ച് ആവുന്നത്? m⁻⁻1 L⁻3 t⁻4 a⁻2. ഇക്വേഷൻ നമ്പർ 2 ആണത്. എട്ടാമത്തെ ചോദ്യം നോക്കൂ, ഇഫ് L = 2.331 cm, B = 2.1 cm, then L+B ചെയ്താൽ എന്താണ്? L+B ചെയ്താൽ നമുക്ക് കിട്ടുക 2.331 പ്ലസ് 2.1 അല്ലേ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 2ഉം 2ഉം 4, 0.3ഉം 1ഉം 4, 3, 1. പക്ഷേ നമുക്കറിയാം റൗണ്ടിങ് ഓഫിൻ്റെ റൂൾ അനുസരിച്ച് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ കറക്റ്റായിട്ട് എഴുതുമ്പം റൗണ്ടിങ് ഓഫ് അവിടെ എന്താ, ആഡ് ചെയ്യുമ്പോഴോ സബ്ട്രാക്ട് ചെയ്യുമ്പോഴോ ഏത് ആഡ് ചെയ്യുന്ന നമ്പറിൽ ഏതിനാണോ കുറഞ്ഞ ഡെസിമൽ പ്ലേസ് ഉള്ളത്, ഇവിടെ നോക്കൂ 1, 2, 3 ഡെസിമൽ പ്ലേസ് ആണ് ഇവിടെ ഉള്ളത്. ഇവിടെയാണെങ്കിൽ 1 ഡെസിമൽ പ്ലേസ് ആണ്. അപ്പോൾ നമ്മുടെ ആൻസറിലും 1 ഡെസിമൽ പ്ലേസ് ഉണ്ടാകാൻ പാടുള്ളൂ. ഈ 3ഉം 1ഉം ഇവിടെ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ എങ്ങനെ റൗണ്ട് ഓഫ് ചെയ്യും? 4.3 എന്നാൽ 5നേക്കാൾ ചെറുതല്ലേ. 5നേക്കാൾ ചെറുതായിട്ടുള്ള നമ്പർ നമുക്ക് ഒഴിവാക്കി റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തുള്ളതിനെ ഒന്നും ഒരു മാറ്റം വരുത്താതെ അങ്ങനെ തന്നെ കീപ്പ് ചെയ്യാൻ വേണ്ടത്. ഇപ്പോൾ നോക്കൂ, ഈ ആൻസറിൽ നമുക്ക് 1 ഡെസിമൽ പ്ലേസ് ഉള്ളൂ. കാരണം ഈ നമ്മൾ കൂട്ടിയ സംഖ്യകളിൽ അല്ലെങ്കിൽ നമ്പേഴ്സിൽ ഡെസിമൽ പ്ലേസ് കുറവുള്ളത് ബിക്കാണ്. അത് 1 ഡെസിമൽ പ്ലേസ് ആണ്. അപ്പോൾ ആൻസറിലും 1 ഡെസിമൽ പ്ലേസിന് കൃത്യമായി നമ്മൾ എന്ത് ചെയ്തു? റൗണ്ട് ഓഫ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ആൻസർ 1 ആണ്.
9ാമത്തെ ക്വസ്റ്റ്യൻ, ദ ലെങ്ത്, ബ്രെഡ്ത്ത് ആൻഡ് തിക്നെസ് ഓഫ് എ ബ്ലോക്ക് ആർ ഗിവൺ ബൈ L = 12 സെൻറ്റിമീറ്റർ. അതുപോലെ ബി തന്നിട്ടുണ്ട് 6 സെൻറ്റിമീറ്റർ ആൻഡ് ടി തന്നിട്ടുണ്ട് 2.45 സെൻറ്റിമീറ്റർ. വോളിയം ഓഫ് ദ ബ്ലോക്ക് അക്കോർഡിംഗ് ടു ദി ഐഡിയ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഷുഡ് ബി. അപ്പം വോളിയം കാണാനുള്ള ഇക്വേഷൻ ആണ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് അല്ലേ. അപ്പോൾ നമുക്കിവിടെ വോളിയം ഇസ് ഈക്വൽ ടു ലെങ്ത് ആയ 12 ഇൻറ്റു 6 ഇൻറ്റു 2.45. ഇത് ചെയ്താൽ നമുക്ക് എത്ര കിട്ടുക? ചെയ്താൽ 176.4 എന്നാണ് കിട്ടുക. അപ്പോൾ നോക്കേണ്ടത് നമ്മളുടെ ഈ ആൻസറിൽ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷൻ്റെയും കേസിൽ നമ്മൾക്ക് ഏത് നമ്പറിൽ മൾട്ടിപ്ലൈ ചെയ്ത നമ്പറിൽ ഏറ്റവും കുറഞ്ഞ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഏതിലാണെന്ന് നോക്കേണ്ടി. നോക്കൂ, ഇതിനകത്ത് 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്. ബിയിൽ 1 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആണുള്ളത്. ഈ മൂന്നാമത്തേൽ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്. അപ്പോൾ നമ്മളുടെ ആൻസറിൽ 1 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ടാകാൻ പാടുള്ളൂ. എന്ന് പറഞ്ഞാൽ ഈ ആൻസറിൽ നമുക്ക് 1 കഴിഞ്ഞതിന് ശേഷം ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം? ഒഴിവാക്കണം. അങ്ങനെ ഒഴിവാക്കുമ്പോൾ നമുക്ക് എഴുതാൻ പറ്റുന്നത് 176 ആണല്ലേ. 176 എന്ന് പറഞ്ഞാൽ 176.4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 200ൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. അപ്പോൾ 200 എന്ന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗറിൽ റൗണ്ട് ഓഫ് ചെയ്യണം. പക്ഷെ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. പക്ഷേ ഇവിടെ ഓപ്ഷൻ ഉള്ളത് 2 ഇൻറ്റു 10⁻². കാരണം ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെൻറ്റിമീറ്റർ ഇൻറ്റു സെൻറ്റിമീറ്റർ ഇൻറ്റു സെൻറ്റിമീറ്റർ, വോളിയത്തിൻ്റെ യൂണിറ്റ് സെൻറ്റിമീറ്റർ³ ആണ് ഇതിൽ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ 1 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ദ ഡെസിമൽ ഇക്വലൻ്റ് ഓഫ് 1/20 അപ് ടു 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഈസ്. അപ്പോൾ 1/20 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? 1/20 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0.05 എന്നാണ് കിട്ടുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആയിട്ട് എഴുതണം. ഇതിലിപ്പം ഡെസിമൽ പോയിന്റിൻ്റെ റൈറ്റ് സൈഡിലേക്കാണ് ഈ 0 വരുന്നത്. അത് ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് ആയ 5ൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കാണ്. അപ്പോൾ റൂൾ അനുസരിച്ച് ഇതിനകത്ത് ഇപ്പം നിലവിൽ 5, ഈ 5 മാത്രമേ എന്തുള്ളൂ? നമ്മുടെ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഡെസിമൽ പോയിന്റിൻ്റെ റൈറ്റ് സൈഡിലേക്ക് 2 0യും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വാല്യൂവിന് മാറ്റം വരാതെ ഇപ്പോൾ ഇതിനെ ഡെസിമൽ പ്ലേസിൻ്റെ റൈറ്റ് സൈഡിലേക്ക് വന്നു ഈ 2 0. ആ 2 0 ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് ആയ 5നും റൈറ്റ് സൈഡിലേക്ക് ആയതുകൊണ്ട് റൂൾ അനുസരിച്ച് ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയുള്ള ഓപ്ഷൻ 2 ആണ് ഇതിൻ്റെ ആൻസർ. If x is equal to a/b and delta x, delta a and delta b are maximum absolute errors in x, a and b respectively, then the maximum fractional error in x is given by. അപ്പോൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും x is equal to a/b എന്നാൽ ഡിവിഷനാണ് അല്ലേ. നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. അപ്പം ബൈ ദ റൂൾ നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസറിലുള്ള ഫ്രാക്ഷണൽ ചേഞ്ച് അല്ലെങ്കിൽ ഫ്രാക്ഷണൽ എറർ അല്ലെങ്കിൽ റിലേറ്റീവ് എറർ ആയിരിക്കും നമ്മൾ ഫൈനൽ ആൻസറിൽ നമ്മൾക്ക് കിട്ടുന്നത്. അത് എയുടെ റിലേറ്റീവ് എറർ അതുപോലെ ബിയുടെ റിലേറ്റീവ് എറർ കണ്ടിട്ട് ആഡ് ചെയ്തതായിരിക്കും. അപ്പോൾ ഇവിടെ ഓപ്ഷൻ 2 ആണ് ഇതിൻ്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ഫിസിക്കൽ ക്വാണ്ടിറ്റി എ ഈസ് റിലേറ്റഡ് ടു 4 ഒബ്സർവബിൾ എ ബി സി ആൻഡ് ഡി ആസ് ഈ ഇക്വേഷൻ അല്ലേ. ഈ ഇക്വേഷൻ ഒന്ന് എഴുതിയെടുക്കുക കേട്ടോ. ഈ ഇക്വേഷൻ പ്രകാരമാണ് ഇവിടെ എ എന്നുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റി റിലേറ്റ് ചെയ്തിരിക്കുന്നത്. ദി പെർസെൻറ്റേജ് എറേഴ്സ് ഓഫ് മെഷർമെൻറ്റ് ഇൻ എ ബി സി ആൻഡ് ഡി ആർ 1%, 3%, 2% ആൻഡ് 2% റെസ്പെക്റ്റീവ്ലി. എന്നുവെച്ചാൽ അവിടെ തന്നിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്പെക്റ്റീവ്ലി എ ബി സി ഡി ഡെൽറ്റ a/a ഇൻറ്റു 100 ആണ് എന്ത് തന്നിട്ടുള്ളത്? 1% തന്നിട്ടുള്ളത്. അതുപോലെ ഡെൽറ്റ b/b ഇൻറ്റു 100 നമുക്ക് ഇവിടെ 3% തന്നിട്ടുണ്ട്. അതുപോലെ ഡെൽറ്റ c/c ഇൻറ്റു 100 എന്നുള്ളത് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? 2% തന്നിട്ടുണ്ട്. പിന്നെ ഡെൽറ്റ d/d ഇൻറ്റു 100ഉം നമുക്ക് 2% തന്നിട്ടുണ്ട്. ഓക്കെ, ഫൈൻ. ഇനി നമ്മളോട് ചോദിച്ചത് എയുടെ പെർസെൻറ്റേജ് എറർ ആണ്. അപ്പോൾ നമുക്ക് കാണേണ്ടത് ഡെൽറ്റ a/a ഇൻറ്റു 100 ആണ്.
ദാറ്റ് ഈസ് നമുക്ക് എ സ്ക്വയറിൻ്റെ പിന്നെ എറർ 2 ഇൻറ്റു ഡെൽറ്റ എ ബൈ എ, അതിൻ്റെ പെർസെൻറ്റേജ് എറർ കാണണമെങ്കിൽ അതിന് ഇൻറ്റു 100 പ്ലസ് 2 ഡെൽറ്റ ബി ബൈ ബി ഇൻറ്റു 100 അല്ലേ. ഇനി ഡിവൈഡഡ് ബൈ ആണെങ്കിലും റൂൾ അനുസരിച്ച് പ്ലസ് ഡെൽറ്റ സി ബൈ സി ഇൻറ്റു 100, പിന്നെ റൂട്ട് ഡി ആണ് അല്ലേ. റൂട്ട് ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എഴുതാം ഡി റേസ് ടു 1/2 ആണ്. അപ്പോൾ ഇവിടെ 1/2 ഡെൽറ്റ ഡി ബൈ ഡി ഇൻറ്റു 100. ഇവിടുന്ന് ഇങ്ങോട്ട് നാം നേരത്തെ എഴുതി വെച്ചതാണ്. അപ്പോൾ കിട്ടുന്ന ആൻസർ എന്താ? 2 ഇൻറ്റു ഇത് തന്നിട്ടുണ്ടല്ലോ, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടല്ലോ, എന്താണത്? 1% ആണ്. പ്ലസ് 2 ഇൻറ്റു നോക്കിയോ 3% ആണ് ഡെൽറ്റ ബി ബൈ ബി തന്നിട്ടുള്ളത്, 3% ആണ്. പ്ലസ് പിന്നുള്ളത് എന്താ? ഡെൽറ്റ സി ബൈ സി ഇൻറ്റു 100 ആണെങ്കിൽ 2% തന്നിട്ടുണ്ട്. പ്ലസ് 1/2 ഇൻറ്റു 2% തന്നിട്ടുണ്ട്. അപ്പോൾ ആൻസറായി, അടുത്ത സ്റ്റെപ്പിൽ ആൻസറായി 2 ഇൻറ്റു 1% 2% ആണ്. പ്ലസ് പിന്നെ 6% ഉണ്ട്. പ്ലസ് 2% ആണ്, ഇവിടെ വേറെ മാറ്റമൊന്നുമില്ല. പ്ലസ് ഈ 2ഉം ഈ 2ഉം ക്യാൻസൽ ആവുന്നതുകൊണ്ട് 1% ആണ് ഇവിടെയും വരിക. അപ്പോൾ എത്ര കിട്ടി? 2 പ്ലസ് 6 8, 8 പ്ലസ് 2 10, 10 പ്ലസ് 1 11. അപ്പോൾ ഇത് പ്രകാരം നമുക്ക് കിട്ടേണ്ടത് 11% ആണ്. അപ്പോൾ ഈ ഓപ്ഷനിൽ കറക്റ്റ് ആൻസർ ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ഓപ്ഷൻ വേണേൽ കൊടുക്കാം ഇവിടെ, 11%. ഓക്കെ. അപ്പോൾ ഇവിടെ ഓപ്ഷൻ 5 ഞാൻ കൊടുത്തതാണ്. ഇവിടെ ഈ ഓപ്ഷനിൽ നമുക്ക് കറക്റ്റ് ഓപ്ഷനൊന്നും ഇവിടെ കാണുന്നില്ല. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഒരു ഇൻഫർമേഷൻ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ പെർസെൻറ്റേജ് എറർ ഇൻ ഡെൽറ്റ, പെർസെൻറ്റേജ് എറർ ഇൻ എ നമുക്ക് കിട്ടുന്നത് 11% ആണ്. കാരണം 6 പ്ലസ് 4 10 പ്ലസ് 1 11% ആണ്. അപ്പോൾ ഇതിനകത്ത് കൊടുത്തിട്ടുള്ളതിൽ കറക്റ്റ് ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഞാനിവിടെ എക്സ്ട്രാ ഓപ്ഷൻ കൊടുത്തു 11%. 2 റെസിസ്റ്റേഴ്സ് R1 is equal to 24 പ്ലസ് ഓർ മൈനസ് 0.5 ഓമും അതുപോലെ R2 8 പ്ലസ് ഓർ മൈനസ് 0.3 ഓമാണ്. ഇത് നമ്മൾ സീരീസ് ആയിട്ട് ജോയിൻ ചെയ്തിരിക്കുകയാണ്. ഇക്വലൻ്റ് റെസിസ്റ്റൻസ് കാണാനാണ്. അപ്പം ഇക്വലൻ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുമ്പം R1 പ്ലസ് R2 ആണ്. സീരീസ് കോമ്പിനേഷൻ്റെ ഇക്വേഷൻ R is equal to R1 പ്ലസ് R2 ആണ്. R1 നമുക്ക് 24ഉം 8ഉം നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 32 ആണ്. 32 പ്ലസ് ഓർ മൈനസ് അബ്സല്യൂട്ട് എറർ കൂട്ടണം അല്ലേ. അപ്പോൾ 0.5ഉം 0.3ഉം നമ്മൾ ആഡ് ചെയ്താൽ 0.8 ആണ് കിട്ടുന്നത്. ഇത്രയും ഓമാണ് എനിക്ക് ആൻസർ കിട്ടുന്നത്. അപ്പോൾ ഇതിനകത്ത് ഏതാ ഓപ്ഷൻ? 32 പ്ലസ് ഓർ മൈനസ് 8 ഓം, ഓപ്ഷൻ 4. ഇഫ് എ വെക്ടർ ഇസ് ഈക്വൽ ടു 2i ക്യാപ് പ്ലസ് 3j ക്യാപ് മൈനസ് k ക്യാപ് ആണ്. അതുപോലെ ബി തന്നിട്ടുണ്ട്, നോട്ട്ബുക്കിലേക്ക് എഴുതി വെക്കണേ. ബി തന്നിട്ടുണ്ട് മൈനസ് i ക്യാപ് പ്ലസ് 3j ക്യാപ് പ്ലസ് 4k ക്യാപ് അല്ലേ. അങ്ങനെയാണെങ്കിൽ പ്രൊജക്ഷൻ ഓഫ് എ ക്യാപ് ഓൺ ബി വിൽ ബി. നമുക്കറിയാം എന്താ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വെക്ടർ എ ഉണ്ട്, അതുപോലെ ഒരു വെക്ടർ ബി ഉണ്ട്. ഇതിന് നമുക്ക് വെക്ടർ എ എന്ന് വിളിക്കാം, ഈ വെക്ടറിനെ നമുക്ക് ബി എന്ന് വിളിക്കാം. അപ്പോൾ ഇതിൻ്റെ പ്രൊജക്ഷൻ എടുക്കുകയെന്ന് വെച്ചാൽ, ഇവിടുന്ന് നമ്മൾ എൻ്റെ മുകളിൽ നിന്ന് ഇവിടുന്ന് ഒരു ലൈറ്റ് അടിക്കുന്നത് പോലെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇമാജിൻ ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഷാഡോ പോയി വീഴുന്നത് വരെ ഇതാ ഇവിടെയാണ് എയുടെ എന്ത് വരിക, എയുടെ പ്രൊജക്ഷൻ വരുന്നത്. ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ എയുടെ ബിയിലുള്ള പ്രൊജക്ഷൻ നമുക്ക് എഴുതാം എ കോസ് തീറ്റ. നമ്മൾ റെസൊല്യൂഷൻ ഓഫ് വെക്ടർ പഠിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ പ്രൊജക്ഷൻ ഓഫ് എ വെക്ടർ ഓൺ ബി വെക്ടർ ഈസ് ഈക്വൽ ടു എന്താ നമുക്ക് കിട്ടിയത്? ഇതാ നോക്കൂ, എ കോസ് തീറ്റയാണ്. അപ്പം എ കോസ് തീറ്റ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ബി എന്ന വെക്ടറിനെ കൊണ്ട് ഞാൻ ഇവിടെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ എന്താ സംഭവിക്കുക? നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടും. എന്താണ്? മോളിൽ എ അതുപോലെ ക്യാപിറ്റൽ ബി ആണ്. അതായത് എയുടെ പ്രൊജക്ഷൻ ഓൺ ബി ആണ് ഞാൻ എഴുതിയിരിക്കുന്നത്, എ കോസ് തീറ്റ. പക്ഷേ ഞാൻ എന്ത് ചെയ്യുന്നു, മാത്സ്
പ്രകാരം നമുക്ക് ബിയുടെ മാഗ്നിറ്റ്യൂഡിനോട് മൾട്ടിപ്ലൈ ചെയ്താൽ അതിൻ്റെ ചേഞ്ച് ഇല്ലാതെ ഇരിക്കുകയാണെങ്കിൽ ബിയുടെ മാഗ്നിറ്റ്യൂഡ് ഡിവൈഡ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ മുകളിലുള്ളതിന് എനിക്ക് എന്ത് ചെയ്യാം, എ ഡോട്ട് ബി എന്ന് എഴുതിക്കൂടെ? കാരണം വാട്ട് ഇസ് എ ഡോട്ട് ബി? എ ബി കോസ് തീറ്റയാണ് എന്ത്, എ ഡോട്ട് ബി നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് മുകളിലുള്ളതിന് എ ഡോട്ട് ബി എന്ന് എഴുതുന്നു, ഡിവൈഡഡ് ബൈ അടിയിൽ ഒരു ബി മാഗ്നിറ്റ്യൂഡ് ബാക്കിയായി. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. നമുക്ക് എയും ബിയും തന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ എ ഡോട്ട് ബി കണ്ടുപിടിക്കാം നമുക്ക്. എന്താണ് ഇവിടെ എ ഡോട്ട് ബി കണ്ടാൽ എന്താ നമുക്ക് കിട്ടുക? എ ഡോട്ട് ബി എങ്ങനെയാണ് കാണുക? ഐയുടെ കോഫിഷ്യൻറ്റ് ഇൻറ്റു ഇവിടെയുള്ള ഐൻ്റെ കോഫിഷ്യൻറ്റ് അല്ലേ. അപ്പം 2 ഇൻറ്റു മൈനസ് ആണ്. അപ്പോൾ -2 പിന്നെ 3 പ്ലസ് ഇവിടെയും 3. അപ്പോൾ +3 ഇൻറ്റു 3 എത്രയാണ്? 9. പിന്നെ പ്ലസും മൈനസും ആണ്, -4. അപ്പോൾ നമുക്കിവിടെ എന്താ ആൻസർ കിട്ടുക? 9 മൈനസ് 6 അല്ലേ. 9 മൈനസ് 6 എത്ര? 3. അപ്പോൾ എ ഡോട്ട് ബി നമുക്ക് 3 കിട്ടി. അപ്പോൾ 3 ബൈ, ഇനി നമുക്ക് മാഗ്നിറ്റ്യൂഡ് ബി കാണാം അല്ലേ. ഒരു വെക്ടർ ബി ഇതാ ഇവിടെ തന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെയാണ് കാണുക? ബിയുടെ മാഗ്നിറ്റ്യൂഡ് എന്നാൽ √ഐൻ്റെ സ്ക്വയർ 1 പ്ലസ് ജെൻ്റെ ഐൻ്റെ കോഫിഷ്യൻറ്റിൻ്റെ സ്ക്വയർ ആണ്, -1ൻ്റെ സ്ക്വയർ 1. അതുപോലെ ജെയുടെ കോഫിഷ്യൻറ്റിൻ്റെ സ്ക്വയർ 3ൻ്റെ സ്ക്വയർ 9 പ്ലസ് 4ൻ്റെ സ്ക്വയർ, അതായത് കെ ക്യാപ്പിൻ്റെ കോഫിഷ്യൻ്റായ 4ൻ്റെ സ്ക്വയർ 16. അപ്പോൾ 16ഉം 9ഉം 25 പ്ലസ് 1 26 അല്ലേ. അപ്പോൾ നമുക്കിവിടെ √26 എന്ന് കിട്ടി. അപ്പോൾ ഏതാ കറക്റ്റ് ഓപ്ഷൻ വന്നത്? 3/√26 എവിടെ? ഇതാ ഓപ്ഷൻ 2 ആണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ദി ആംഗിൾ ബിറ്റ്വീൻ 2 വെക്ടേഴ്സ്, ഈ 2 വെക്ടറിൻ്റെ ഇടയിലുള്ള ആംഗിൾ കണ്ടുപിടിക്കണം. ആംഗിൾ കണ്ടുപിടിക്കാൻ നമുക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്. അത് തീറ്റ ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ എ ഇൻറ്റു ബി ആണ് അല്ലേ. അതെങ്ങനെയാണ് കിട്ടുന്നത്? എ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു എ ബി ഈക്വൽ ടു ഇവിടെ ഉണ്ട് എ ബി കോസ് തീറ്റ. ഓക്കെ, അപ്പോൾ കോസ് തീറ്റ അവിടെ വെക്കുന്നു, എയും ബിയും അപ്പുറത്തേക്ക് പോകുമ്പോൾ ഡിവൈഡ് ബൈ ആവും, പിന്നെ തീറ്റ വെച്ചിട്ട് നമുക്ക് ഇത് കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് വേണം? എ ഡോട്ട് ബി വേണം. എ ഡോട്ട് ബി വളരെ പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. എ ഡോട്ട് ബി ഒന്ന് കണ്ടുപിടിച്ച് നോക്കിയാൽ, ഒറ്റ കണ്ടുപിടിച്ച് നോക്കിയാൽ എന്നാലേ നമുക്ക് സ്റ്റാൻഡേർഡ് വരുള്ളൂ. 3 ഇൻറ്റു 3 9, 4 ഇൻറ്റു 4 16, അതുപോലെ 5 ഇൻറ്റു 5 25. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 25 35 41 50. അപ്പോൾ 50 കിട്ടി. ഇനി നമുക്ക് എന്ത് വേണം? എയുടെയും ബിയുടെയും മാഗ്നിറ്റ്യൂഡ് വേണം. എയുടെ മാഗ്നിറ്റ്യൂഡ് കണ്ടാൽ നമുക്ക് എന്താ കിട്ടുക? 3ൻ്റെ സ്ക്വയർ 9, റൂട്ടാണ്, √9 പ്ലസ് 16 പ്ലസ് 25. ബിയുടെ മാഗ്നിറ്റ്യൂഡും അത് തന്നെയല്ലേ കിട്ടുക, കാരണം അതേ വെക്ടർ തന്നെയാണ്. അപ്പോൾ അത് √9 പ്ലസ് 27, അത് √50 അല്ലേ. അപ്പോൾ ഇതും √50. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ആൻസർ കിട്ടി. കോസ് ഇൻവേഴ്സ് എ ഡോട്ട് ബി നമുക്ക് ഓൾറെഡി 50 കിട്ടി. √50യും ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 50 കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഈ 50 വെട്ടി നമുക്ക് കിട്ടി കോസ് ഇൻവേഴ്സ് 1. കോസ് ഇൻവേഴ്സ് 1 ആണ്. അപ്പോൾ എന്താ തീറ്റ എത്രയായാലാണ് കോസ് ഇൻവേഴ്സ്? നമുക്ക് കോസ് ഇൻവേഴ്സ് 1 ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടുക? കോസ് 0 ആണ് 1, അതുകൊണ്ട് കോസ് ഇൻവേഴ്സ് 1 0 ഡിഗ്രി. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ദ യൂണിറ്റ് വെക്ടർ പാരലൽ ടു റിസൾട്ടൻ്റ് ഓഫ് ദി വെക്ടേഴ്സ് എ ഇസ് ഈക്വൽ ടു, 2 വെക്ടർ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ രണ്ടും കൂടി നമ്മൾ റിസൾട്ടൻ്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട വെക്ടറിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? പാരലലായിട്ടാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഇത് രണ്ടും കൂടി കൂട്ടുകയാണ്. എങ്ങനെയാണ് കൂട്ടാം? ഇവിടെ തന്നെ ചെയ്യാം. അതായത് എ വെക്ടർ പ്ലസ് ബി വെക്ടർ ചെയ്താൽ എന്താ നമുക്ക് കിട്ടുക? നമുക്ക് കിട്ടുന്നത് ഈ 4i പ്ലസ് -i ആണ്. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 3i ക്യാപ്പ്. പിന്നെ 3jയും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 6j ക്യാപ്പ്. പിന്നെ 6 പ്ലസ് -8 നമുക്ക് കിട്ടുന്നത് -2k ക്യാപ്പാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് വെക്ടർ പ്രോപ്പർട്ടീസിൽ. നമുക്കറിയാം ഒരു യൂണിറ്റ് വെക്ടർ
നമുക്ക് എങ്ങനെയാണ് നമുക്ക് യൂണിറ്റ് വെക്ടറിനെ എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുക? അതായത് ഏത് സ്കേലറിനെയും നമുക്ക് ഒരു വെക്ടറാക്കി മാറ്റണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ആ സ്കേലറിനെ ഒരു യൂണിറ്റ് വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ യൂണിറ്റ് വെക്ടർ നമുക്ക് എങ്ങനെ കിട്ടും? ആ വെക്ടറിനെ ഡിവൈഡഡ് ബൈ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ചെയ്താൽ മതി അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് ഒരു വെക്ടർ കിട്ടിയിട്ടുണ്ട്. A+B എന്ന് പറഞ്ഞത് നമുക്കൊരു C എന്ന് എടുക്കാം. അപ്പോൾ ഈ C എന്ന വെക്ടറിൻ്റെ യൂണിറ്റ് വെക്ടർ നമുക്ക് C എന്ന വെക്ടറിൻ്റെ യൂണിറ്റ് വെക്ടറിനെ നമുക്ക് C ക്യാപ്പ് എന്ന് വിളിക്കാം അല്ലേ? അതേ ഡയറക്ഷനിൽ, അതായത് ഈ വെക്ടറിൻ്റെ അതേ ഡയറക്ഷനുള്ള C ക്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്താ കിട്ടുക? C വെക്ടർ ഡിവൈഡഡ് ബൈ അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് അല്ലേ? സിൻ്റെ മാഗ്നിറ്റ്യൂഡ്. വെക്ടർ ഓൾറെഡി എത്രയാണ്? 3i ക്യാപ്പ് പ്ലസ് 6j ക്യാപ്പ് മൈനസ് 2k ക്യാപ്പ് ആണ്. ഡിവൈഡഡ് ബൈ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്? ഒരു വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഈ ഫോമിൽ ഒരു വെക്ടർ തന്നാൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് റൂട്ട് ഓഫ് ഐയുടെ കോയിഫിഷ്യൻ അല്ലെങ്കിൽ ഐ ക്യാപ്പിൻ്റെ കോയിഫിഷ്യൻ്റെ സ്ക്വയറായ 3 സ്ക്വയർ 9 പ്ലസ് 6 അല്ലേ? 6ൻ്റെ സ്ക്വയറായ 36 പ്ലസ് മൈനസ് 2ൻ്റെ സ്ക്വയറാണ് 4. അപ്പോൾ നമുക്ക് അടിയിൽ എന്താ കിട്ടുക? 36ഉം 4ഉം 49 ആണ് അല്ലേ? റൂട്ട് 49 എത്രയാണ്? റൂട്ട് 49 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ഈ വെക്ടർ ഡിവൈഡ് ബൈ 7 ആണ്. അപ്പോൾ ഈ വെക്ടർ ഏതാണ്? 3i പ്ലസ് 6j മൈനസ് 2k ആണ്. ഇതിൻ്റെ ഓപ്ഷൻ 1 ആണ്. ഇഫ് a മൈനസ് ബി, അതായത് വെക്ടർ a മൈനസ് വെക്ടർ ബി ചെയ്തിട്ട് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു ഇൻഡിവിജ്വൽ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് മൈനസ് അല്ലേ? അതായത് ഇൻഡിവിജ്വൽ വെക്ടറായ എയുടെ മാഗ്നിറ്റ്യൂഡ് മൈനസ് ബിയുടെ മാഗ്നിറ്റ്യൂഡ്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് വെക്ടറിൻ്റെ ഇടയിലുള്ള ആംഗിൾ, എക്കും ബിക്കും ഇടയിലുള്ള ആംഗിളാണ് ചോദിച്ചിരിക്കുന്നത്. പാരലോഗ്രാം ലോ വെക്ടർ അഡീഷൻ അനുസരിച്ച് നമുക്ക് ഈ എ മൈനസ് ബിയുടെ മാഗ്നിറ്റ്യൂഡ് റിസൾട്ടൻ്റ് എന്താ കിട്ടുക? ആർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ പ്ലസ് ബി ആണ് നമുക്ക് എ സ്ക്വയർ പ്ലസ് 2b സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ. അപ്പോൾ നമ്മളിവിടെ ബിക്ക് മൈനസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എ സ്ക്വയർ മൈനസ് ബി കൊടുത്താൽ അതിൻ്റെ സ്ക്വയർ എടുക്കുമ്പം ബി സ്ക്വയർ മൈനസ് 2 ഇൻറ്റു എ ബി കോസ് തീറ്റ. ഇവിടെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, എന്തുകൊണ്ടാണ് ഈ മൈനസ് വന്നത്? ഇത് ബിയുടെ കൂടെ വന്ന മൈനസ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെയുള്ള ബീൻ്റെ മൈനസ് എവിടെ പോയി? അത് നമ്മൾ സ്ക്വയർ എടുക്കുമ്പോൾ മൈനസ് ഉണ്ടാവില്ലല്ലോ. ഇതാണ് അതിൻ്റെ റിസൾട്ടൻ്റ് ലെഫ്റ്റ് സൈഡിലുള്ള അല്ലേ? ഇനി റൈറ്റ് സൈഡിലുള്ള റിസൾട്ടൻ്റ് എന്താ നോക്കാം. റൈറ്റ് സൈഡിൽ നമുക്ക് എ വെക്ടറിൻ്റെ റിസൾട്ടൻ്റ് അല്ല, മാഗ്നിറ്റ്യൂഡ് അല്ലേ? എ തന്നെയാണ്. അതുപോലെ ബിയുടെ മാഗ്നിറ്റ്യൂഡ് ബി തന്നെ. വെക്ടർ സൈൻ ഒഴിവാക്കി എഴുതിയാൽ മതി. ഈ റൂട്ട് അങ്ങ് ഒഴിവാക്കുക. അപ്പോൾ രണ്ട് സൈഡിലും സ്ക്വയർ അങ്ങ് ചെയ്താൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab കോസ് തീറ്റ ഈസ് ഈക്വൽ ടു സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? ലെഫ്റ്റ് സൈഡിൽ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ റൂട്ട് അങ്ങ് പോവും. റൈറ്റ് സൈഡിൽ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് അല്ലേ, നമ്മൾ ലെഫ്റ്റ് സൈഡിൽ എന്താണോ ചെയ്യുന്നത് അത് റൈറ്റ് സൈഡിലും ചെയ്യണ്ടേ? അപ്പോൾ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab കോസ് തീറ്റയിൽ നമുക്ക് റൈറ്റ് സൈഡിൽ എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഫോമിൽ ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ അല്ലേ? അപ്പോൾ ഇവിടെ എ സ്ക്വയറും ഈ എ സ്ക്വയറും ക്യാൻസലായി, ബി സ്ക്വയറും ഈ ബി സ്ക്വയറും ക്യാൻസലായി. നമുക്ക് മൈനസ് 2ab കോസ് തീറ്റ ഈസ് ഈക്വൽ ടു അപ്പുറത്ത് മൈനസ് 2ab ആണ് ബാക്കിയായത്, റൈറ്റ്? അപ്പോൾ ഈ മൈനസും ക്യാൻസലായി. ഈ 2ഉം എയും ബിയും ക്യാൻസലായി. നമുക്ക് എന്ത് കിട്ടും? കോസ് തീറ്റ ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. കോസ് തീറ്റ എപ്പോഴാണ് 1 ആവുക? തീറ്റ ഈസ് ഈക്വൽ ടു 0. കോസ് 0 ആണ് 1. അപ്പോൾ ഇവിടെ നമുക്ക് ഓപ്ഷൻ 2 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ഈ വെക്ടർ അതുപോലെ ഐ വെക്ടറും? ഈ രണ്ട് വെക്ടറിൻ്റെ ഇടയിലുള്ള ആംഗിൾ എന്താ കാണുന്നതാണ്. നമുക്കറിയാം, രണ്ട് വെക്ടറിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ എ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് എ മാഗ്നിറ്റ്യൂഡ് ബി കോസ് തീറ്റയാണ് അല്ലേ? അപ്പോൾ ഇവിടെ തീറ്റ എന്നാൽ എന്താ വരിക? കോസ് ഇൻവേഴ്സ് എ ഡോട്ട് ബി ബൈ മാഗ്നിറ്റ്യൂഡ് എ മാഗ്നിറ്റ്യൂഡ് ബി ആണ് അല്ലേ? അപ്പോൾ ഇവിടുന്ന് വ്യക്തമാണ് ആംഗിൾ എ ഡോട്ട് ബി ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനില്ല, ഐ ക്യാപ്പും മാത്രമാണ് ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കാനുള്ളൂ. അപ്പോൾ ഇവിടെ ഡോട്ട് പ്രൊഡക്റ്റ് മുകളിൽ കോസ് ഇൻവേഴ്സ് 1 ആണ് കിട്ടുന്നത്, ഐ ഡോട്ട് ഐ 1 ആണ് ബൈ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഐ ക്യാപ്പ് 1 ആണ്, അതുപോലെ മാഗ്നിറ്റ്യൂഡ്
ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താ കിട്ടുക നമുക്ക്? 1 സ്ക്വയർ റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ ആണ് അല്ലേ? അപ്പോൾ എത്ര നമുക്ക് കിട്ടുക? റൂട്ട് ഓഫ് 4 4 2 സ്ക്വയർ എന്ന് വെച്ചാൽ 4 ആണ്. 4 8 അപ്പോൾ 9 ആണ് കിട്ടുക. അപ്പോൾ ആൻസർ തീറ്റ ഇസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 1/3 ആണ് ഇതിൻ്റെ ആൻസർ. ഇതിനകത്ത് കോസ് ഇൻവേഴ്സ് 1/3 ഏതാണ്? ഓപ്ഷൻ 4 ഇസ് ദ ആൻസർ ഓഫ് ദിസ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 2 വെക്ടർ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് 2a വെക്ടർ മൈനസ് 3b വെക്ടർ ചെയ്താൽ എന്താ കിട്ടുക? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് തന്ന വെക്ടറിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഒരു പുതിയ വെക്ടർ ആക്കിയതാണ്. അപ്പോൾ നമുക്ക് 2a വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കിട്ടുക? ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2i ക്യാപ് പ്ലസ് 2j ക്യാപ് പിന്നെ 2 × 2 ആണ്. അപ്പോൾ ഇവിടെ മൈനസ് 4k ക്യാപ്പ് ആണ്. അതേപോലെ 3b വെക്ടർ ചെയ്ത് കഴിഞ്ഞാലോ ഈ വെക്ടറിനെ നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം 6i ക്യാപ് മൈനസ് 3j ക്യാപ് പ്ലസ് 3k ക്യാപ്പ് ആണ് അല്ലേ? അപ്പോൾ ഇതിനെ നമുക്ക് 2a മൈനസ് 3b ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തേന്ന് രണ്ടാമത്തത് സബ്ട്രാക്ട് ചെയ്ത് എഴുതിയിട്ട് നമുക്ക് പുതിയൊരു വെക്ടർ, അതായത് സി വെക്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 - 6 മൈനസ് 4i ക്യാപ് പിന്നെ -2 -3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്ലസ് 5j ക്യാപ് മൈനസ് -4 മൈനസ് പ്ലസ് 3 എന്ന് പറഞ്ഞാൽ -4 - 3 ആണ് അല്ലേ? അപ്പോൾ -7k ക്യാപ്പ് ആണ്. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? റൂട്ട് ഓഫ് കോയിഫിഷ്യൻറ്റിൻ്റെ സ്ക്വയർ അല്ലേ? -4ൻ്റെ സ്ക്വയർ 16, 5ൻ്റെത് 25 പ്ലസ് 7ൻ്റെത് 49. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഇവിടെ എത്ര കിട്ടുക? റൂട്ട് ഓഫ് 90 ആണ് ഇതിൻ്റെ ആൻസർ അല്ലേ? 25 + 60 + 49 നമുക്ക് 90 കിട്ടും. അപ്പോൾ ഇവിടെ ഓപ്ഷൻ 1 ആണ് ഇതിൻ്റെ ആൻസർ. എ ബോഡി ഈസ് ഇൻ ഇക്വിലിബ്രിയം അണ്ടർ ദി ആക്ഷൻ ഓഫ് 3 കോപ്ലാനാർ ഫോഴ്സസ് P, Q and R ആസ് ഷോൺ ഇൻ ഫിഗർ. ഇവിടെ തന്നിട്ടുണ്ട്. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ലാമീസ് തിയറം ആണ്. ലാമീസ് തിയറം. ഈ ലാമീസ് തിയറം അനുസരിച്ച് നമുക്ക് ഒരു പോയിന്റ്, ഇപ്പോൾ ഇവിടെ O എന്ന് പറഞ്ഞ പോയിന്റ് ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ഈ 2 സ്ട്രിങ്ങുകൾക്കിടയിലുള്ള ആംഗിളും സൈനും തമ്മിലുള്ള ഒരു എന്താണ്? ഇതിപ്പോൾ ഫോഴ്സ് ആണ്. P എന്ന് പറഞ്ഞ ഫോഴ്സ് F1 ആണ്. അതുപോലെ Q എന്ന് പറഞ്ഞത് F2 ആണ്. അതുപോലെ R എന്ന് പറഞ്ഞാൽ F3 ആണ് അല്ലേ? 3 ഫോഴ്സ് ഒരു പോയിന്റിൽ പാക്ട് ചെയ്യുമ്പോൾ ഇക്വിലിബ്രിയത്തിൽ വന്നിരിക്കുകയാണ്. ഇങ്ങനെ ഒരു ഫോഴ്സിൻ്റെ ഈ ഫോഴ്സുകളെ നമ്മൾ കൺകറന്റ് ഫോഴ്സസ് എന്ന് പറയും. അപ്പോൾ ഇത് ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ലാമീസ് തിയറം അനുസരിച്ച് P എന്ന ഫോഴ്സ് ബൈ അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള സൈൻ ആൽഫ ഇസ് ഈക്വൽ ടു Q എന്ന് പറഞ്ഞ ഫോഴ്സ് ബൈ അതിൻ്റെ നേരെ ഈ 2 അല്ലേ? ഒരു ഫോഴ്സ് എടുത്ത് കഴിഞ്ഞാൽ ബാക്കി 2 ഫോഴ്സിനിടയിൽ ഒരു ആംഗിൾ മേക്ക് ചെയ്തിട്ടുണ്ടാവുമല്ലോ, അത് സൈൻ ബീറ്റ. അതെന്തായിരിക്കും? മൂന്നാമത്തെ ഫോഴ്സായ R ബൈ അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള സൈൻ ഗാമ. ഇതാണ് ലാമീസ് തിയറം. ഈ ഓപ്ഷൻ സൈൻ്റെതാണ്. P ബൈ സൈൻ ആൽഫ. ഈ ഓപ്ഷൻ 1 ആണ് ഇതിൻ്റെ ആൻസർ. 2 വെക്ടർ തന്നിട്ടുണ്ട്. F എന്ന് പറയുന്ന വെക്ടർ, അതുപോലെ വേറൊരു വെക്ടർ തന്നിട്ടുണ്ട്. എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? എന്താണ്? ഈ വെക്ടറിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ i ക്യാപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു വെക്ടറാണ് 4 അല്ലേ? 4i ക്യാപ്പ് ആണ്. പിന്നെ 3j ക്യാപ്പ് ആണ്. ഇതിന് രണ്ടിനും പെർപെൻഡിക്കുലർ ആയിട്ട് ഉള്ള വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒരു വെക്ടറേ ഉള്ളൂ അല്ലേ? ഏതാണ്? i ക്യാപ്പിനും j ക്യാപ്പിനും പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന വെക്ടറാണ് യൂണിറ്റ് വെക്ടർ അല്ലേ? യൂണിറ്റ് വെക്ടർ k ക്യാപ്പ് ആണ്. ഇവിടെ ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഗസ് ചെയ്യാൻ പറ്റും 7k ക്യാപ്പ്. ഇനി നിങ്ങൾ ഇതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് കണ്ടാൽ നിങ്ങൾക്ക് 0 കിട്ടും. കാരണം AB cos തീറ്റ അല്ലേ? AB cos തീറ്റ വെച്ചാൽ മാഗ്നിറ്റ്യൂഡ് A മാഗ്നിറ്റ്യൂഡ് B ഇൻറ്റു കോസ് 90 ചെയ്ത് കഴിഞ്ഞാൽ 0 ആണ്. അപ്പോൾ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടേഴ്സിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് കണ്ടാൽ 0 കിട്ടുക. അപ്പോൾ ഇത് 7k ക്യാപ്പ് ആണ്. ഇതിൻ്റെ കാരണം i ക്യാപ്പും j ക്യാപ്പും ആണ് ഈ വെക്ടറിലുള്ളത്. അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ k ഡയറക്ഷനാണ്. ദിസ് ഇസ് ദ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, A + B അല്ലെങ്കിൽ വെക്ടർ A + വെക്ടർ B ഈക്വൽ ടു വെക്ടർ C എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ A + B മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ടു സിയുടെ മാഗ്നിറ്റ്യൂഡാണ്. അങ്ങനെയാണെങ്കിൽ എക്കും ബിക്കും ഇടയിലുള്ള ആംഗിൾ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. തൊട്ട് മുമ്പേ തന്നെ നമ്മൾ ഇതേ മോഡൽ ഒരെണ്ണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോയിട്ട് നോക്കിയിട്ട് ഇത് ഒറ്റയ്ക്ക് ചെയ്യാവുന്നതാണ്. നമുക്കറിയാം പാരലോഗ്രാം ലോ വെക്ടർ അഡീഷൻ അനുസരിച്ച് A + ബിയുടെ റിസൾട്ടൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? A² + B² + 2AB cos തീറ്റ. ഈ തീറ്റയാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ?
വിച്ച് ഈസ് ഈക്വൽ ടു സിയുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഇത് എ പ്ലസ് ബിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് പാരലലോഗ്രാം ലോ വെക്ടർ അഡീഷൻ അനുസരിച്ച്. എന്നാൽ സിയുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് വെച്ചാൽ എന്താണ്? സി തന്നെ, വെക്ടർ സൈൻ ഇല്ലാതെ. അപ്പോൾ നമുക്ക് ഈ ഒരു റൂട്ട് ഒഴിവാക്കാൻ സ്ക്വയറിങ് ഓൺ ബോത്ത് സൈഡ്സ് നമുക്ക് കിട്ടും എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ. അപ്പോൾ നമ്മളിവിടെ സ്ക്വയർ ചെയ്യണം കേട്ടോ. 2 സ്ക്വയർ ചെയ്തുകൊണ്ട് സ്ക്വയർ ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിലെ സ്ക്വയർ പോയി, ഇവിടെ സ്ക്വയർ അല്ല റൂട്ട് പോയി, ഇപ്പുറത്ത് നമുക്ക് സിയുടെ സ്ക്വയർ കിട്ടി. കാരണം നമ്മൾ ലെഫ്റ്റ് സൈഡിൽ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലും സ്ക്വയർ ചെയ്യണം. എന്തിനാ സ്ക്വയർ ചെയ്ത്? ലെഫ്റ്റ് സൈഡിലെ റൂട്ട് ഒഴിവാക്കാനാണ്. അതുകൊണ്ട് റൈറ്റ് സൈഡിലും സ്ക്വയർ ചെയ്തു. ലെഫ്റ്റ് സൈഡിലെ റൂട്ട് പോയി, റൈറ്റ് സൈഡിൽ സ്ക്വയർ വന്നു. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ എന്താ തന്നിട്ടുള്ളത്? എ പ്ലസ് ബി ഈക്വൽ ടു സി എന്നാണ്. എന്ന് വെച്ചാൽ അവിടെ ഈ സിക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? എ പ്ലസ് ബി കൊടുക്കാമെന്നാണ് അല്ലേ. അപ്പം 2ab കോസ് തീറ്റ. ലെഫ്റ്റ് സൈഡിൽ മാറ്റമൊന്നുമില്ല. സിക്ക് പകരം എ പ്ലസ് ബി കൊടുത്താൽ സി സ്ക്വയറിന് പകരം എ പ്ലസ് ബി ഹോൾ സ്ക്വയറിന് കൊടുക്കണ്ടേ? നമ്മൾ നേരത്തെ ചെയ്ത് തന്നെ. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ മാറ്റമൊന്നുമില്ല. 2ab കോസ് തീറ്റ. ലെഫ്റ്റ് സൈഡിൽ എന്താ ഗസ് ചെയ്യൂ? സോറി, റൈറ്റ് സൈഡിൽ എന്താ ഗസ് ചെയ്യൂ? എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ചെയ്താൽ എന്താ കിട്ടുക? എ പ്ലസ് ബി ഹോൾ സ്ക്വയറിനെ എക്സ്പാൻഡ് ചെയ്താൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab അല്ലേ. ഇവിടെ എ സ്ക്വയറും ബി സ്ക്വയറും ബി സ്ക്വയറും ക്യാൻസലായി. പിന്നെ 2abയും 2abയും ക്യാൻസലായി. നമുക്ക് കിട്ടും കോസ് തീറ്റ ഇസ് ഈക്വൽ ടു 1. തീറ്റ എത്രയായിരിക്കും? കോസ് 0 ആണ് 1. അപ്പോൾ നമ്മുടെ ആൻസർ 4 ആണ് ഇവിടുത്തെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു വെക്റ്റർ തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഡയറക്ഷൻ ഓഫ് കൊസൈൻസ് ഓഫ് ദ വെക്റ്റർ എ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡയറക്ഷൻ ഓഫ് കൊസൈൻസിന് പേര് കൊടുക്കാം. എൽ, അതുപോലെ എം, അതുപോലെ എൻ. ഡയറക്ഷൻ കൊസൈൻസ് ചോദിച്ചു കഴിഞ്ഞാൽ എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഐ ഡയറക്ഷനിൽ, അതായത് ഇവിടെ ഐയുടെ കോയിഫിഷ്യൻ്റ് ആയ നമുക്കിവിടെ ഈ വെക്ടറിനെ ഇങ്ങനെ മാറ്റിയ ഒരു ഇക്വേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. എ എന്ന് പറഞ്ഞ വെക്ടർ എ ഐ ക്യാപ്പ് പ്ലസ് ബി ജെ ക്യാപ്പ് പ്ലസ് അല്ല മൈനസ് 5k ക്യാപ്പ് ആണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും എന്താണ്? എൽ, അതായത് ഡയറക്ഷൻ കൊസൈൻസ്, അതായത് ഇതിൻ്റെ ആദ്യത്തതിൻ്റെ ഡയറക്ഷൻ കൊസൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. അതേപോലെ എം എന്ന ഡയറക്ഷൻ ഓഫ് കൊസൈൻ വരുന്നത് ജെയുടെ ബി ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ആണ്. അതുപോലെ എൻ ഇസ് ഈക്വൽ ടു കെയുടെ എന്താണ്? സി ബൈ, അവിടെ 5 നമ്മൾ ഇതാണ് കൊടുത്തത്. ഇവിടെ ശരിക്കും നമ്മൾ ജനറലായിട്ട് ചെയ്തപ്പോൾ നമ്മൾ 5 അല്ല സി ആണ് കൊടുക്കേണ്ടത്. ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. സി ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. ഇപ്പോൾ ഇവിടെ ജനറലി എടുക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ മൊത്തം പ്ലസ് ആയിട്ട് എടുക്കുന്നു. മൈനസ് 1 അതിനനുസരിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഡയറക്ഷൻ ഓഫ് കൊസൈൻസ്, ആദ്യത്തെ ഡയറക്ഷൻ ഓഫ് കൊസൈൻ നമുക്ക് കിട്ടും എൽ ഇസ് ഈക്വൽ ടു എ. എന്താ ഇവിടെ എ ഐയുടെ കോയിഫിഷ്യൻ്റ് ആയ 2 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 2ൻ്റെ സ്ക്വയർ 4 പ്ലസ് 16 പ്ലസ് 25 ആണ്. എത്രയാണ്? 2 ബൈ, അപ്പോൾ 20, ഇത് 20 ആണ്. 16 പ്ലസ് 4 20, 20യും 25ഉം റൂട്ട് 45 ആണ് അല്ലേ. അതേപോലെ നമുക്ക് എം കിട്ടും ജെയുടെ കോയിഫിഷ്യൻ്റ് ആയ 4 ഡിവൈഡഡ് ബൈ റൂട്ട് 45. അതേപോലെ എൻ കിട്ടും നമുക്ക് -5 ബൈ റൂട്ട് 45. അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ നമുക്കുള്ളത് 2 ബൈ റൂട്ട് 25, 4 ബൈ റൂട്ട് 25 ആൻഡ് -5 ബൈ റൂട്ട് 45. 25 അല്ല, റൂട്ട് 45 ആണ്. 2 ബൈ റൂട്ട് 45, എം 4 ബൈ റൂട്ട് 45 ആൻഡ് എൻ -5 ബൈ റൂട്ട് 45 അല്ലേ. അത് ഓപ്ഷൻ 2 ആണ്. ഈ വീഡിയോയിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ദി കമ്പണന്റ് ഓഫ് വെക്ടർ A is equal to 2i plus 3j along the vector B is equal to I plus j is. ഇപ്പോൾ നമ്മൾ ഒരു വെക്ടർ, ഇതാണ് ആ വെക്ടർ എ എന്ന് വിചാരിക്കും, ഇതാണ് മറ്റേ ആ വെക്ടർ ബി എന്നും വിചാരിക്കും. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എയുടെ ബി എന്ന വെക്ടറിൻ്റെ ഡയറക്ഷനുള്ള കമ്പണൻ്റ് ആണ്. അപ്പോൾ എയുടെ ബി ഡയറക്ഷനുള്ള കമ്പണൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മളതിൻ്റെ പ്രൊജക്ഷൻ എടുക്കുക എന്നാണ് പറയുക അല്ലേ. ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഇത് എ കോസ് തീറ്റ ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്കറിയാം ഡോട്ട് പ്രൊഡക്റ്റ് അനുസരിച്ച് എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ എന്താ?
എ ബി കോസ് തീറ്റയാണ് അല്ലേ. അപ്പോൾ നമ്മളോട് ചോദിച്ചത് ബിയുടെ ഡയറക്ഷനിലുള്ള എയുടെ കമ്പണൻ്റ്, അത് എ കോസ് തീറ്റ ആണ്. നമുക്ക് മനസ്സിലായി. ഇതാ നോക്ക്, ഞാൻ ഈ വരച്ചിരിക്കുന്ന വെക്ടർ എന്ന് പറഞ്ഞാൽ എയുടെ കോസ് കമ്പണൻ്റ് ആണ്. അപ്പോൾ എയുടെ കോസ് കമ്പണൻ്റ് ആണ് നമ്മളോട് കാണാൻ പറഞ്ഞത്. എയുടെ കോസ് കമ്പണൻ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, ഓൾറെഡി അപ്പുറത്ത് എ ഡോട്ട് ബി ഉണ്ട്, ഡിവൈഡഡ് ബൈ എ കോസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് മാഗ്നിറ്റ്യൂഡ് ബി ആണ്. ഇത് വെക്ടർ ആണ് കേട്ടോ. വെക്ടർ എ ഡോട്ട് വെക്ടർ ബി ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ബി കോസ് തീറ്റ ആണ്. അതുകൊണ്ട് അപ്പുറത്തേക്ക് കൊണ്ടുവന്ന ബി മാഗ്നിറ്റ്യൂഡ് ആണ്, മറന്നു പോയത്. ഇനി ഇതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ എത്ര കിട്ടുക, 2i ഡോട്ട് ഐ എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ എ ഡോട്ട് ബി നമ്മൾ കണ്ടാൽ 2 + 3 ആണ്, ദാറ്റ് ഈസ് 5 ആണ്. അപ്പോൾ നമുക്കിവിടെ 5 കിട്ടി ബൈ ഇതിൻ്റെ ബിയുടെ എന്താണ് മാഗ്നിറ്റ്യൂഡ് എടുത്തു കഴിഞ്ഞാൽ √1² + 1² ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 5/√2 ആണ്. ഓപ്ഷൻ 1 ആണ് ഇതിൻ്റെ ആൻസർ.